കാസർകോട്ടെ ബേഡകം പോലീസ് സ്റ്റേഷനിലെ SI വിജയന്റെ മരണത്തിൽ ബേഡുടുക്ക പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെയും CPIM നേതാക്കൾക്കെതിരെയും കൊലക്കുറ്റം ചുമത്തണമെന്നും കേസെടുക്കണമെന്നും കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താൻ. ഭരണകക്ഷി നേതാക്കളുടെ സമ്മർദ്ദം സഹിക്കാൻ കഴിയാതെയാണ് SI വിജയൻ വിഷം കഴിച്ചതെന്നും ഉണ്ണിത്താൻ ആരോപിച്ചു. ഇന്നലെ വൈകിട്ടാണ് ഞെട്ടിപ്പിക്കുന്ന വാർത്ത പുറത്തു വന്നത്. എലിവിഷം കഴിച്ച സബ് ഇൻസ്പെക്ടർ വിജയൻ ഇന്നലെ മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണ്. ഇത് ഒരു ആത്മഹത്യയായി കാണാൻ നമുക്ക് ആർക്കും കാണില്ല. ഒരു മനുഷ്യനെ, ഒരു നിരപരാധിയായ നിർദോഷിയായ ഒരു മനുഷ്യനെ ഭീഷണിപ്പെടുത്തി ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചു. അതുകൊണ്ട് ഈ പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ CPMന്റെ ഉന്നതരായ നേതാക്കന്മാർ അത് അന്വേഷണം നടക്കട്ടെ. ആരൊക്കെയാണ് ഈ സബ് ഇൻസ്പെക്ടറെ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിച്ചത്? പ്രേരണ കുറ്റമുണ്ടല്ലോ, അവരുടെ പേരിൽ കേസെടുക്കണം. അത് വെറും CPMന്റെ പഞ്ചായത്ത് പ്രസിഡന്റും CPM നേതാക്കന്മാരും മാത്രം പോരാ. ഭരണത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് സമ്മർദ്ദം ചെലുത്തിയ ഉദ്യോഗസ്ഥന്മാരാരെന്ന് കണ്ടുപിടിക്കണ്ടേ? ഇതിൻ്റെ വിവരങ്ങളും വിശദാംശങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. ജോസഫ്, നേരത്തെ തന്നെ കോൺഗ്രസ് ഇതിനെതിരെ വലിയ പ്രതിഷേധങ്ങളുമായി രംഗത്തെത്തിയതാണ്. ഇപ്പോൾ ഇതാ രാജ്മോഹൻ ഉണ്ണിത്താൻ കൂടി രംഗത്തെത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് വലിയ സമരത്തിലേക്ക് നീങ്ങുന്നു SI വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ടല്ലേ? അതെ, അജിംഷാ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ കോൺഗ്രസ് ഈ വിഷയത്തിൽ വലിയ രംഗത്തെത്തിയിരുന്നതാണ്. ഇപ്പോൾ പ്രത്യക്ഷ പരിപാടികളുമായി അതിന്റെ സൂചന നൽകിക്കൊണ്ടാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളുടെ മുമ്പിലെത്തി നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ബേഡകം സ്റ്റേഷനിലെ ഗ്രേഡ് SI ആയിട്ടുള്ള വിജയൻ പോലീസ് ക്വാർട്ടേഴ്സിൽ വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത്. പിന്നീട് അദ്ദേഹത്തെ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് കൊച്ചിയിലെ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ഇന്നലെയോടെ മരണം സംഭവിക്കുകയായിരുന്നു. ഒരു കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട മാനസിക സംഘർഷമാണ് ഈ വിഷം കഴിക്കാൻ കാരണമെന്നാണ് ഇദ്ദേഹം മൊഴി നൽകിയിട്ടുണ്ട് എന്നാണ് ഈ സൂചന ലഭിക്കുന്നത്. അതേസമയം ഈ ബേഡകം സ്റ്റേഷനിലെ ഗ്രേഡ് SI ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഈ CPM നേതാക്കൾക്കെതിരെ കടുത്ത ആരോപണം ആണ് ഈ കോൺഗ്രസ് ഉന്നയിക്കുന്നത്. ഇത് ഈ CPM പ്രാദേശിക നേതാക്കളുടെയും ഉന്നത നേതാക്കളുടെയും സമ്മർദ്ദം മൂലമാണ് ഇദ്ദേഹം വിഷം കഴിക്കാൻ ഇടയായ സാഹചര്യം എന്നാണ് ഈ കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നത്. കഴിഞ്ഞ വോട്ടെടുപ്പ് ദിവസം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബേഡകത്ത് ഒരു ബൂത്തിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയായ CM ഉനൈസിനെതിരെ ബേഡകം പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകിയിരുന്നു. അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള M ധന്യയാണ് ഇദ്ദേഹത്തിനെതിരെ ഒരു പീഡന പരാതി നൽകിയത്. അതായത് ഉനൈസ് തങ്ങളോട് അപമര്യാദയായി പെരുമാറിയെന്നും കയ്യേറ്റം ചെയ്തുവെന്നും ആരോപിച്ചാണ് M ധന്യ ഇവർക്കെതിരെ ഒരു പരാതി നൽകുന്നത്. ആദ്യം ഈ കേസിൽ പരാതിയെ തുടർന്ന് കേസെടുത്ത് അറസ്റ്റ് ചെയ്യാൻ ഇവർ തയ്യാറാകാത്തൊരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഇതിനെതിരെ വലിയ രീതിയിലുള്ള സമ്മർദ്ദം ചെലുത്തി എന്നാണ് ഈ കോൺഗ്രസ് നേതാക്കൾ അടക്കം ആരോപിക്കുന്നത്. അതായത് നേതാക്കന്മാരുടെ സമ്മർദ്ദം ഈ ഒരു കേസിൽ ഉണ്ടായി. അതായത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഇദ്ദേഹത്തിനെതിരെ, ഉനൈസിനെതിരെ പരാതി സ്വീകരിക്കാനും കേസെടുക്കാനും ഒക്കെ വലിയ രീതിയിലുള്ള സമ്മർദ്ദമുണ്ടായി. ഈ സമ്മർദ്ദമാണ് ഇദ്ദേഹത്തിന് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് ഇവർ പ്രധാനമായും ആരോപിക്കുന്നത്. അതേസമയം ഈ ആരോപണങ്ങളെ CPM തള്ളിക്കളയുകയാണ്. വ്യാജമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു കലുഷിതാവസ്ഥ സൃഷ്ടിക്കുവാനും ഒരു പുകമറ സൃഷ്ടിക്കുവാനുള്ള ശ്രമമാണ് ഈ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉയരുന്നതെന്നാണ് ഇപ്പോൾ CPMന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം. അജിംഷാ, ശരി.